ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മി അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? അത്യാവശ്യം നല്ല രീതിയിലുള്ള വോളട്ടൈലായിട്ടുള്ള ഇവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. US-ലാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഇലക്ഷൻ, അതിൻ്റെ ഒരു വിക്ടറി ഡൊണാൾഡ് ട്രംപ് അവിടെ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അതേപോലെ തന്നെ മാർക്കറ്റ് ആ ഒരു ഇലക്ഷൻ ഡേയിൽ നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് കാണിച്ചതിന് തൊട്ടടുത്ത 2 ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിൽ കറക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ പ്രോപ്പറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ട്രെൻഡും റൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് മാർക്കറ്റ് അപ്സൈഡിലേക്കും ബുള്ളിഷായുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും നടത്തുന്നില്ല, അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്കും നടക്കുന്നില്ല. എനിവേ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം. ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ ഒരു ലെവലിന് താഴെ വരുന്നത് വരെ 24,200 താഴെ അല്ലെങ്കിൽ 24,000 താഴെയൊക്കെ വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാം. അതിന് താഴെ ഒരു ക്ലോസിംഗ് ഒക്കെ പ്രോപ്പർ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് അഗൈൻ ഒരു ചെറിയ കറക്ഷൻ കൂടെ നല്ല പോസിറ്റീവായിട്ട് നമ്മൾ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അതിൻ്റെ താഴെ ഒരു ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 5% കറക്ഷനോട് ഞാൻ നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 23,600 23,400 ലെവൽസൊക്കെ ടച്ച് ചെയ്താൽ പോലും ഞാൻ അത്ഭുതപ്പെടുന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ അനാലിസിസ് മാത്രമാണ്. പലരും ഓക്കെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ അനാലിസിസ് 2 സൈഡിലേക്ക് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷനും വ്യൂ ഉണ്ട്. ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നതെന്ന് മാത്രം. നമുക്ക് മാർക്കറ്റിന് ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനോ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനാലിസിസ് നടത്തിയിട്ട് നമ്മുടെ പ്ലാൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അത്ര മാത്രമേ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. കൂടുതലായി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് എന്ത് ചെയ്യേണ്ട. ഓക്കെ, അടുത്ത ആഴ്ച മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ താഴേക്ക് പോകും, ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് ബെസ്റ്റായിട്ട് ചെയ്യാം. എനിവേ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് നോക്കാം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സൈബർ ടെക് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 220 to 215 ആ ഒരു ലെവലിൻ്റെ അകത്ത് നമുക്ക് എവിടെയും എൻ്റർ ചെയ്യാം. 200 അല്ലെങ്കിൽ 202 എന്ന് പറയുന്ന പ്രൈസിന് താഴെ കീപ്പ് ചെയ്താൽ മതി. സ്റ്റോക്ക് ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 217 എന്ന് പറയുന്ന പ്രൈസ് ലെവലിലാണ് ലാസ്റ്റ് ക്ലോസിംഗ് വന്നിട്ടുള്ളത്. അഗൈൻ ഇവിടെ ഒരു റീ എൻട്രി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രഷ് എൻട്രി പോലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവലാണ്. സെയിം സ്റ്റോപ്പ് ലോസ് തന്നെയാണ്, സെയിം ടാർഗറ്റ് തന്നെയാണ് വരുന്നത്. എനിവേ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോവുകയാണ്. അതായത് അടുത്ത ആഴ്ചകളിലൊക്കെ കൺസോൾട്ടേഷൻ ഫേസിലേക്ക് ഒരു 2 വീക്കോളം കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കും. സോഫാർ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡിങ്ങിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പോകർണ ലിമിറ്റഡിൽ ഏകദേശം ആ ഒരു എൻട്രി ലെവലിൽ തൊട്ട് താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 1,045 1,050 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചായിരുന്നു നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിവേ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1,016 അല്ലെങ്കിൽ 1,020 എന്ന് പറയുന്ന ലെവൽസിലാണ്. ഈ ഒരു ഏരിയയിൽ ഞാൻ പറയുന്നു, നമുക്ക് സ്റ്റോക്കിന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ തന്നെയാണ്. ഇവിടെ നിന്ന് ഒരു ഫർദർ അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ സെയിം സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്യാന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. ഇപ്പോൾ വരുന്ന ആഴ്ചകളിൽ ഒരു 2-3 വീക്സിൻ്റെ മുകളിലും സ്റ്റോക്ക് പെർഫോം ചെയ്യാതെ കിടക്കുമ്പോൾ മാത്രമേ ഞാൻ അതിന് ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. കാരണം നമ്മൾ അനലൈസ് നടത്തുന്നത് വീക്കിലി ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ 1-2 ആഴ്ചയിൽ കൂടുതൽ ചിലപ്പോൾ ആ ഒരു സ്റ്റോക്ക് നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരും. പ്രോപ്പർ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് വീഡിയോസ് കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ മുകളിലെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ പലതും ഈ ആഴ്ചയിലാണ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിനജിൻ അങ്ങനെ കുറേ സ്റ്റോക്കുകൾ ഇപ്പോൾ 920 വരെയൊക്കെയാണ് അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ 1-2 ആഴ്ച നമ്മൾ വളരെ ഷോർട്ട് ടേമിലേക്കുള്ള ട്രേഡ് സെറ്റപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ വരുന്ന സ്റ്റോക്സാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 വീക്സിൻ്റെയും 5 വീക്സിൻ്റെയും ഇടയിലുള്ള ടൈം ഫ്രെയിമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് അത്രയും നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള പേഷ്യൻസ് വേണം. അതിനുശേഷം അത് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ലീവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റിലേക്കും നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ജുബിലൻ ഫാർമയിൽ ഏകദേശം നമ്മൾ പറഞ്ഞ എൻട്രി ലെവൽ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ ട്രിഗർ ചെയ്തതിന് ശേഷം ചെറിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ്, ഏകദേശം ഒരു 5% അപ്സൈഡ് മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്ക് അതിനുശേഷം അഗെയിൻ നമ്മൾ എൻട്രി ലൊക്കേഷനിലേക്ക് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു ലൊക്കേഷൻ്റെ എബോ, അതായത് 1,250 എബോ പ്രൈസ് ഇനി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റും. സെയിം ടാർഗറ്റ്സ് തന്നെ 1,320 അല്ലെങ്കിൽ 25 ആ ഒരു ലെവൽസൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യുന്നില്ല. ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ഹൈ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊന്ന് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ട് 1,150 അല്ലെങ്കിൽ 1,180 90 എന്ന ലെവലിൻ്റെ താഴേക്ക് മാറ്റും. ലാസ്റ്റ് വന്നിട്ടുള്ള ഹൈ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ആ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ആണ്. ഇപ്പോൾ എവറസ്റ്റ് ഇൻഡസ്ട്രീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു റിവേഴ്സൽ ടൈപ്പ്
പാറ്റേൺ ആണ് ചാർട്ട് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റത്തെ ഹൈ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ, അതായത് 1150 എന്ന് പറയുന്ന ലെവലിൻ്റെ അബോവ് കൺസിഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് അതിനുശേഷം 1150ൻ്റെ മുകളിലൊരു ക്ലോസിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ലെവലിനെ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ്ലി സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, താഴേക്ക് ഫോൾ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിവേ ഈ ഒരു ലെവൽ അഗെയിൻ മാർക്ക് ചെയ്യുകയാണ് നമ്മൾ. ഈ ഒരു ലെവലിൻ്റെ അബോവ് ലാസ്റ്റത്തെ ലോവർ ഹൈക്ക് മുകളിൽ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇതൊരു റിവേഴ്സൽ ട്രേഡായിട്ട് നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വാച്ച് ഔട്ട് ചെയ്യാൻ നമ്മൾ എൻട്രി ലെവൽ ട്രിഗർ അല്ല, 1150 മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അഗെയിൻ നമുക്ക് അതുപോലെ ലാസ്റ്റ് വീക്കിൽ എൻട്രി ട്രിഗർ ആവാത്തൊരു സ്റ്റോക്കായിരുന്നു JKIL എന്ന് പറയും. ഇപ്പോൾ ഏകദേശം ഈ ഒരു 800 എന്ന് പറയുന്ന ലെവലിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലെവലിൻ്റെ എബോവ് വന്നാൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്ന്. പക്ഷേ അതിനുശേഷം സ്റ്റോക്കിലുണ്ടായിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് പ്രോപ്പർ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. ഒറ്റ ദിവസം കൊണ്ടൊക്കെയാണ് വലിയ രീതിയിലുള്ള സ്റ്റോക്ക് മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ എപ്പോഴും ഞാൻ എബോവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ലെവലിൻ്റെ എബോവ് തന്നെ നോക്കാം എബോവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ലെവലിൻ്റെ എബോവ് മാത്രം കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി റീടെസ്റ്റിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന റേഞ്ചിൻ്റെ അകത്ത് എവിടെയും നിങ്ങൾക്ക് എൻട്രി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൺസിഡർ ചെയ്യാം. പക്ഷേ അതല്ലാതെ ഇത്തരത്തിൽ വരുന്നൊരു പാറ്റേണിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇന്ന ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെ എബോവ് അല്ലെങ്കിൽ ഇന്ന പ്രൈസിൻ്റെ എബോവ്, ആ പ്രൈസ് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നത് ആ പ്രൈസ് ലെവലിൻ്റെ എബോവ് നമ്മളിവിടെ പ്രൈസ് ആക്ഷൻ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരായാൽ പോലും അപ്പോൾ ആ രീതിയിലേക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ വാച്ച് ഔട്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്കിതിൽ ഏറ്റവും ആദ്യം വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് PGEL അല്ലെങ്കിൽ PG ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റോക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. കഴിഞ്ഞൊരു ലാസ്റ്റ് 6 മന്ത് ആയിട്ടുള്ള ടൈം ഫ്രെയിം, ഇപ്പോൾ ലാസ്റ്റ് 6 മന്ത് അല്ലെങ്കിൽ 1 ഇയറിൻ്റെ ടൈം ഫ്രെയിമിൽ വലിയ രീതിയിൽ അപ് ട്രെൻഡാണ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മുതൽ ഈ ഒരു നവംബർ വരെയുള്ള ഈ ഒരു ലൊക്കേഷൻ, ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഇടയിൽ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് ഒരു ഹൈയിൽ നിന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ആ ഒരു സോണിലേക്കാണ് ഇപ്പോൾ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് എൻട്രിയാണ് നമ്മൾ പഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിലാണെങ്കിൽ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ 695 അല്ലെങ്കിൽ 96 മുകളിൽ എൻട്രി ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 680 690 ഇടയിൽ റിസ്കി പ്ലേയേഴ്സിന് കൺസിഡർ ചെയ്യാം. ഞാൻ റിസ്കി പ്ലേയേഴ്സ് എന്ന് പറയുന്നത് അല്ല, സേഫ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ എൻട്രി ആണ് നിങ്ങൾ നോക്കുന്നത്. കൺസർവേറ്റീവ് ആയിട്ടാണ്, അഗ്രസീവായിട്ടല്ല നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ 696 എബോവ് കൺസിഡർ ചെയ്താൽ മതി. ഞാൻ ഏതായാലും ഈ ഒരു ലെവലിൻ്റെ അകത്ത് ഞാൻ എൻട്രി കൺസിഡർ ചെയ്യുന്നുണ്ട്. 680 അല്ലെങ്കിൽ 75 to 90 ഇടയിൽ അല്ലെങ്കിൽ 94 ഇടയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് 630 താഴെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫൈനൽ ടാർഗറ്റ് വരെ എക്സ്പെക്ട് ചെയ്യുന്നത് 790 അല്ലെങ്കിൽ 750 ഇത് വലിയൊരു ടാർഗറ്റ് ലെവലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ഫ്രെയിമിൻ്റെ അകത്ത് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ 3 to 5 വീക്സിൻ്റെ ഒക്കെ എബോവാണ് നമ്മൾ ഹോൾഡിംഗ് പീരീഡ് വരുന്നത്. ഇതിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് വരുന്നത് 730 750 എന്ന് പറയുന്ന ലെവൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്ക് ചെയ്യാൻ പറ്റും. ഫൈനൽ ടാർഗറ്റ് വരുന്നത് 790 എന്ന് പറയുന്ന ലെവൽസാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് രാംകോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇപ്പോൾ രാംകോ ഇൻഡസ്ട്രീസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ടൈം ഫ്രെയിം നമ്മൾ വീക്കിലി ഡെയിലിയിലേക്കൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ റാലി കഴിഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഒരു ഡൗൺ സൈഡ് മൂവ് നടത്തുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, റിക്കവറി മോഡിലാണ് സ്റ്റോക്ക് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് ഈ ഒരു റേഞ്ചിൻ്റെ അകത്താണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അവിടുന്ന് പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്ക് ലാസ്റ്റ് വീക്കിലി ക്യാൻഡിൽ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് വീക്കിലി ക്യാൻഡിലും അതേപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ അകത്ത് ഡെയിലി ക്ലോസിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ എബോവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ ഒരു സോണായിട്ട് അതിനെ മാർക്ക് ചെയ്യുകയാണ്. ആ ഒരു സോൺ എന്ന് പറയുന്നത് 270 to 73 to 290. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എവിടെ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ പോലും അതല്ല, കറണ്ട് മാർക്കറ്റ് പ്രൈസ് 250. ഇപ്പോൾ ഈ ഒരു 273 to 290 ഇടയിൽ എവിടെയും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. 248 ബിലോ അല്ലെങ്കിൽ 245 ബിലോ ആണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത്. അത്യാവശ്യം വലിയൊരു സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 300 റേഞ്ച്, ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. 310 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ അകത്ത് സെക്കൻഡ് ടാർഗറ്റായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 335.
ഇതിൻ്റെ അകത്തൊരു ഫൈനൽ ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം വലിയ ടൈം ഫ്രെയിമിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മിഡ് ടൈമിലേക്ക് 3 to 6 മന്തിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലായിട്ടുള്ള 350 370 എന്ന് പറയുന്ന റേഞ്ചിലേക്കൊക്കെ വരും. പക്ഷേ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 310ൻ്റെ അകത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 330ൻ്റെ അകത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി നിങ്ങൾക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ അകത്ത് ഞാൻ ഒരു റേഞ്ച് ആയിട്ടാണ് മാർക്ക് ചെയ്തത്. അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യാൻ നോക്കുക. നിങ്ങൾ റിസ്ക് റിവാർഡിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റീസ് മാത്രം അതിൽ പിക്ക് ചെയ്യാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബോവ് ബ്രേക്ക് ഔട്ടിൽ കയറിയാൽ മതി. അതല്ല ഇതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോണിൻ്റെ ഇടയിൽ എവിടെയും കയറാം. നമ്മൾ ടാർഗറ്റ്സുകൾ മീറ്റ് ചെയ്താൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രൈറ്റീരിയ. പിന്നെ സ്റ്റോപ്പ് വരുന്നത് ആ ഒരു ക്യാൻഡിൽ ബിലോ. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് PGIL പേൾ ഗ്ലോബൽ ഇന്ത്യ ലിമിറ്റഡ്. PGIL എന്നാണ് സിമ്പിൾ വരുന്നത്. PG അല്ല PG തന്നെയാണ്. ഓക്കെ അഗെയിൻ അപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷൻസിൽ ഇവിടെയും നമ്മളൊരു ബ്രേക്ക് ഔട്ടിന് എബോവ് ഉള്ള എൻട്രിയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള മൂവ് നടത്തുന്നു. കുറച്ച് കാലം കൺസോൾഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നു, അതിനുശേഷമുള്ള ഒരു ബ്രേക്ക്. പിന്നെ ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ചെറിയ രീതിയിലൊരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ആ ഒരു കൺസോൾട്ടേഷൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളിനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യണം. വലിയ രീതിയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സ് ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ അകത്ത്, അതായത് 1090 എന്ന് പറയുന്ന ലെവലിൻ്റെ മുകളിൽ പ്രൈസ് എന്ത് ചെയ്യാണ് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. 1100 കുറച്ചും കൂടി സേഫ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വിക്ക് ഉണ്ടല്ലോ, ബ്രേക്ക് ചെയ്ത വിക്കിൻ്റെ എബോ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 1130 താഴെ, 1030 താഴെ, 25 28 എന്ന് പറയുന്നതിന് താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത്. നമ്മൾ ടാർഗറ്റ്സ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് 1150, 1200, 1230 ലെവൽസാണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് പ്രൈസ് എബോ ആ ലെവലിൻ്റെ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്താൽ. ഇപ്പോൾ നാളത്തെ ഒരു ദിവസം എന്ത് ചെയ്യാണ്, സ്റ്റോക്ക് ഇതിന് താഴെയാണ് ഓപ്പണിംഗ് വരുന്നത്. അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് ഈ റേഞ്ചിലേക്കാണ് പോകുന്നതെങ്കിൽ അത് കൺസിഡർ ചെയ്ത് നമ്മളെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എബോ ബ്രേക്ക് ചെയ്യുന്നു, ഈ ഒരു പ്രോപ്പർ മൂവ് അപ്പ് സൈഡിലേക്ക് വരുന്നു. ഇതാണ് നമ്മളെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അത് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ലെവലിൻ്റെ എബോ എന്ത് ചെയ്യണം, പ്രൈസ് വരണം. അപ്പോൾ അതിനുശേഷം മാത്രമാണ് ഈ സ്റ്റോക്ക് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യുക, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. നമ്മളെന്ത് ചെയ്യാം, GTT വേണമെങ്കിൽ കൺസിഡർ ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അലേർട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇത്തരത്തിൽ ആ പ്രൈസിന് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രം കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് ക്യാംസിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സോണ് റീടെസ്റ്റ് അഗെയിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു സോണിനെ. ഈ ഒരു സോണിൽ നിന്ന് 2 തവണ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. 4800 to 900 എന്ന് പറയുന്ന റേഞ്ച്. ഇപ്പോൾ അഗെയിൻ ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ റിജക്ഷൻ ക്യാൻഡിൽസ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലിൻ്റെ എബോ പെർഫോം ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് എബോ എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 4800 to 900 ലെവൽ മാർക്ക് ചെയ്യുക. അതിൻ്റെ എബോ പ്രൈസ് വരട്ടെ. 4850 900 എന്നൊക്കെ പറയുന്ന ലെവലിൻ്റെ എബോ, 4900ൻ്റെ എബോ ഒക്കെ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്താൽ മതി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിഡ് ടേം ടാർഗറ്റ് പോലും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 5200, 5400 അല്ലെങ്കിൽ 5600 എന്ന് പറയുന്ന റേഞ്ചസ് ഒക്കെ ഈ ഒരു സ്റ്റോക്ക് ഈ ലെവലിൻ്റെ അബോ വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ടാർഗറ്റായിട്ട് കിട്ടും. അതായത് ഒരു വിത്തിൻ 1 month, ഒരു 5 weeksൻ്റെ ഒക്കെ ടൈം ഫ്രെയിം കൊണ്ട് തന്നെ നമുക്കൊരു 5400 വരെയുള്ള പ്രൈസ് റേഞ്ചൊക്കെ ഈ ഒരു സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് മൂവ്മെൻറ്റ് നടത്തും. നമ്മളൊരു 4500 താഴെയൊക്കെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ റേഞ്ച് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോട്ടൽസ് ആണ് നമ്മൾ അടുത്ത വീക്കിലേക്ക് കൺസിഡർ ചെയ്യുന്ന മറ്റൊരു സ്റ്റോക്ക്. ഇപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടൊരു ബ്രേക്കിംഗ് നടന്നിട്ടുണ്ട്. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, 710 അല്ലെങ്കിൽ 715 to 720 എന്ന് പറയുന്ന സോണിൻ്റെ അബോ ക്ലോസിംഗ് വന്നിട്ട് മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആയിരുന്നു. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു അപ് ട്രെൻഡാണ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇനി വരുന്ന ക്യാൻഡിൽസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇനി വരുന്ന ക്യാൻഡിൽസ് നമുക്ക് ഇവിടെ ഒരു പ്രോപ്പറായിട്ടൊരു എൻട്രി. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 730 ആണ്, 732 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവൽ അഗെയിൻ ഈ ഒരു ലെവലിലേക്ക് വരികയാണ്. 710 to 720 ആ ഒരു ക്യാൻഡിൽ ബോഡീൻ്റെ ലെവലിലേക്ക് വന്നതിന് ശേഷം പ്രോപ്പറായിട്ടൊരു മൂവ്മെൻറ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി നമുക്ക് റിസ്ക് റിവാർഡിന് ഫീസിബിൾ. കാരണം നമുക്ക് 680, 84 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിന് താഴെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ 710 to 720 അകത്ത് പിക്ക് ചെയ്യാൻ നോക്കുക. ഇനി അങ്ങനെ കിട്ടിയില്ല, ഈ ഒരു സ്റ്റോക്ക് നാളെ ഓപ്പൺ ചെയ്യുന്നതേ ഈ ലെവലിൻ്റെ മുകളിലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് ട്രേഡ് പഞ്ച് ചെയ്താൽ മതി. സ്റ്റോപ്പ് ലോസ് അപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് പഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 760
780 800 ലെവലുകളിലേക്കാണ് സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റുകൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഹാഫ് ബുക്ക് ചെയ്തതിന് ശേഷം ഒക്കെ റൺ ചെയ്യാം. നമ്മൾ എൻട്രി സേഫ് ആക്കി കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ റിസ്ക് മാനേജ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഹയർ ടാർഗറ്റ്സ് പിക്ക് ചെയ്യാൻ നോക്കുക. ഇനി അത്ര പേഷ്യൻസും അതേപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇമോഷൻസിനെയൊക്കെ റൈഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇനി നാളെ ഇതിൻ്റെ താഴെയാണ് ഓപ്പണിംഗ് വരുന്നത്, ഇപ്പോൾ 700-ൻ്റെ താഴെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അപ്പോഴും 710 താഴെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്യട്ടെ, ആ സമയത്ത് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മളെ വാച്ച് ലിസ്റ്റിൽ വരുന്ന സ്റ്റോക്ക്. ഒരു 3-4 സ്റ്റോക്ക് കൂടി ഉണ്ട്. സിയാറാം സിൽക്ക് ലിമിറ്റഡ്, അതേപോലെ നാരായണ ഹൃദയ NIIT ലിമിറ്റഡ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഫർദർ ചെയ്യാൻ എന്ത് ചെയ്യാം, നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റി വഴി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 പോയിൻ്റാണുള്ളത്. മാർക്കറ്റ് സ്റ്റിൽ ഞാൻ പറഞ്ഞു ഒരു ട്രെൻഡ് റൈഡ് ചെയ്യുന്ന മോഡിലൊന്നുമല്ല മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാർട്ടിസിപ്പേഷൻസ് നടത്തുക. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽസിൽ തന്നെ പലതും എബോവ് പറയുന്നുണ്ട്, പലതും റേഞ്ചിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇത്രയൊക്കെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. എവിടെയെങ്കിലും ഒരു എൻട്രി ഏതെങ്കിലും ക്വാണ്ടിറ്റിയിൽ പഞ്ച് ചെയ്യുന്നതിനേക്കാൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇന്ന ലെവലാണ് നമ്മളെ എൻട്രി, അപ്പോൾ അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജിൻ്റെ റിസ്ക് നമുക്ക് വരുന്നുണ്ട്, അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങളെ കൺട്രോളിൽ കൊണ്ടുവരുന്നതിനേക്കാൾ നിങ്ങളെ റിസ്കിനെയും നിങ്ങളെ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കുറേയും കൂടിയും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. എനിവേ, താങ്ക് യു.